ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ആളുകളുടെ 4 സ്വഭാവങ്ങൾ നോക്കാം. ഇത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഈ 4 സ്വഭാവങ്ങൾ അവർക്കുണ്ടെങ്കിൽ നിങ്ങളെ ഡീപ്പായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ സിംഗിൾ ആണോ അല്ലെങ്കിൽ മാരീഡ് ആണോ എന്നൊക്കെ സംസാരത്തിനിടയിൽ അറിയാതെ ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മാരീഡ് ആയിട്ടുള്ള ഒരാൾ പറയാണ് ഇല്ല ഞാൻ മാരീഡ് അല്ല, ഞാൻ സിംഗിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം അത്ര നല്ലതല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, അതും കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ അവിടെ സിംഗിൾ ആണെന്ന് പറയുന്നത് തെറ്റാണ്. സത്യസന്ധമായി പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് തന്നെ പറയണം. അങ്ങനെ കമ്മിറ്റഡ് ആണെന്ന് എടുത്ത് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങളെ സത്യസന്ധമായി പ്രണയിക്കുന്ന ആളുകളാണ്. അല്ലാത്ത ആളുകൾ ഒരു ടൈം പാസ് പ്രണയമായിരിക്കും. അവർ അതിനേക്കാൾ നല്ലൊരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ടാകും. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ അവർ ഒരിക്കലും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ നെവർ സേ ഐ എം സിംഗിൾ എന്ന് പറയത്തില്ല. അവർ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് തന്നെ പറയുള്ളൂ. അവർ മനസ്സിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നത്. ആ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കും മനസ്സിൽ കാണുന്നത്. ആ സ്ഥാനത്ത് വേറൊരാളെ റീപ്ലേസ് ചെയ്യില്ല. ബാക്കിയുള്ളതൊക്കെ സുഹൃത്തുക്കളായിരിക്കും. അവരുമായിട്ട് ആ ഒരു ലവ് റിലേഷൻഷിപ്പുള്ള ആളുമായിട്ടുള്ള ആ ഒരു അടുപ്പം, അത്രത്തോളം അടുപ്പം ഉണ്ടാവത്തില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് ഓപ്പണായിട്ട് പറയുന്ന ക്യാരക്ടറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള പ്രണയമാണ് എന്നാണ്. രണ്ടാമത്തത്, ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അങ്ങനെ ആവുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക, എന്താണെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്നിട്ട് ഇങ്ങനെ സോറി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യസന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെ സോറി പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അവർ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധമല്ലാത്ത പ്രണയമാകുമ്പോൾ അവർക്ക് വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ ഇൻ കേസ് ബ്ലോക്ക് ആണെങ്കിൽ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ വന്ന് സംസാരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓക്കെ ഇല്ലേ എന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവളോടൊന്ന് വിളിക്കാൻ പറ, സംസാരിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല മാർഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ കോൾ ചെയ്യുക. അങ്ങനെ ആ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ചേസ് ചെയ്ത് ഇങ്ങനെ പുറകെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള പ്രണയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ സൈൻ പറയുന്നതിന് തൊട്ട് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇനി അതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഉണ്ട്. എല്ലാ ദിവസവും ഇത് രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക. 21 ദിവസം ചെയ്യുക. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അത് ചെയ്യുക. 100% അവർ നിങ്ങളെ ചേസ് ചെയ്യും. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇനി മൂന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അത് ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ കസിനായിരിക്കാം, അല്ലെങ്കിൽ കൊളീഗായിരിക്കാം. നമ്മളോട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ആളുകളോട് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് പറയും, പരിചയപ്പെടുത്തും. ചിലപ്പോൾ ഇനി ഇൻ കേസ് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ കൂടി ഇന്ന ആളാണ് കേട്ടോ, ഇതെൻ്റെ ആളാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറയും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് നമ്മൾ അവരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അവർക്കും അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ. അപ്പം അങ്ങനെ പറയാറുണ്ടോ? ഇനി ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരുമായിട്ടൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവരോടൊക്കെ
അത് ഞാൻ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ആളെൻ്റെ ലവറാണ് എന്നുള്ളതൊക്കെ, ആളെനിക്കിഷ്ടമാണ് എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സ്വഭാവമാണ്. കാരണം ഒന്നും അവിടെ ഹൈഡ് ചെയ്യുന്നില്ല. സീക്രട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അവർ ട്രസ്റ്റ് ചെയ്യാം. ദെൻ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇവർ കീപ്പ് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടയിൽ ഒരാളുണ്ടാവും. അത് രണ്ടുപേർക്കും അറിയുന്ന ആൾ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരാൾക്കേ അറിയുമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവരെ കൂടുതലായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പിരിയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും ആളെ വിളിച്ച് സംസാരിച്ചിടാ, ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരാ, അല്ലെങ്കിൽ ഇടി ഒന്ന് സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അപ്പോൾ ഈ 4 സ്വഭാവങ്ങളുള്ള ആളുകളെ വിട്ടുകളയാതിരിക്കുക. അവർ നിങ്ങളെ സത്യസന്ധമായിട്ടാണ് പ്രണയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാം. 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്